friends, welcome to English Mithra. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ചാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ നെഗറ്റീവ് സെൻറ്റൻസസ് ഒക്കെ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ചാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ ഇംഗ്ലീഷ് നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പം പ്രാക്ടീസാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക്കലി ഈ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ ഇങ്ങനത്തെ സെൻറ്റൻസസ് യൂസ് ചെയ്യേണ്ടത്. ഈ സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്നുള്ള പേര് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട. ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസ് ഫോം ചെയ്യേണ്ടത് എന്ന് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. സിമ്പിൾ പാസ്റ്റ് ടെൻസ് എന്താണെന്ന് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, എന്താണെന്ന് അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അതായത് ഒരു ഇവൻറ്റ് അത് ഓൾറെഡി നടന്നിട്ടുണ്ട്, ആ നടന്ന് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ ഒരു സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതായത് ഇന്നലെ ഞാൻ 1 മണിക്ക് ലഞ്ച് കഴിച്ചു. ഓക്കെ, അതെന്ന് പറയുന്നത് നേരത്തെ നടന്നു കഴിഞ്ഞ ഒരു കാര്യമാണ്. അതായത് സ്പെസിഫിക് ടൈമിൽ നേരത്തെ ഈ സംഭവം നടന്നു കഴിഞ്ഞു. ഇനി ഈ സംഭവത്തിനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ അത് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിലായിരിക്കണം പറയുന്നത്. എങ്ങനെ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ പറയും? അതായത് നമുക്കൊരു സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ ഉണ്ട്. സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ ഒരു സെൻറ്റൻസ് ഫോം ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മൾ ആ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് എഴുതണം. അതായത് ആരെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ആരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, ആ വ്യക്തിയുടെ പേര് നമ്മൾ പറയണം. അതിനുശേഷം അല്ലെങ്കിൽ വ്യക്തി അല്ലെങ്കിൽ വസ്തു ആകാട്ടോ, വ്യക്തി തന്നെ ആണെന്ന് യാതൊരുവിധ നിർബന്ധമില്ല, വസ്തു ആകാം. അതിനുശേഷം ഈ വ്യക്തി അല്ലെങ്കിൽ ഈ വസ്തു ചെയ്ത പ്രവൃത്തി, അതാണ് വേർബ് എന്ന് പറയുന്നത്. ഈ ചുമ്മാ പ്രവൃത്തി എഴുതിയാൽ പോരാ, വേർബിൻ്റെ V2 ഫോം എഴുതണം. അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം നമ്മൾ ഒബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ അത് എഴുതണം. സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം എഴുതണം. ഐഡിയലി നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ സെൻറ്റൻസ് ഫോം ചെയ്യുന്ന സമയത്ത് സമയം കൊടുക്കണം എന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ കേസിൽ സമയം നിങ്ങൾ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും ഐഡിയ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇപ്പം ഞാൻ പറഞ്ഞു ഇതാണ് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ. ഈ സ്ട്രക്ചർ മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. വേറെ ഈ കാര്യങ്ങൾ, വേറെ ഇതിൻ്റെ പേര് ഒന്നും നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു സ്ട്രക്ചറും ഈ സിറ്റുവേഷനും മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. നിങ്ങൾക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ നിങ്ങൾ V2 ഫോം ഓഫ് ദ വെർബും കൂടി പഠിക്കണം. എന്താണ് ഈ സിറ്റുവേഷൻ എന്ന് പറയുന്നത്? നേരത്തെ നടന്ന് കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. നേരത്തെ ഒരു കാര്യം തുടങ്ങി, അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് ഞാനാണെങ്കിൽ രാവിലെ തൊട്ട് ക്ലാസ് എടുക്കുകയാണ്, ഇപ്പോഴും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ തൊട്ട് തുടങ്ങി, പക്ഷേ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് ഈ ഒരു ഫോമാറ്റ് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നേരത്തെ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തു, അത് എൻഡ് ചെയ്തു, അങ്ങനത്തെ കേസിൽ മാത്രമേ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഒരു സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഉദാഹരണത്തിന് ഞാൻ രാവിലെ ക്ലാസ് എടുത്തു, തീർന്നു, കാര്യം കഴിഞ്ഞു അല്ലേ, ചെയ്ത് കഴിഞ്ഞു. ആ ഒരു സിറ്റുവേഷനിൽ മാത്രമേ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളൊരു സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത്, സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം സബ്ജക്റ്റ് എഴുതണം. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഞാൻ ഇന്നലെ 1 മണിക്ക് ലഞ്ച് കഴിച്ചു. ഇതാണ് നമ്മുടെ സെൻറ്റൻസ്. ഞാൻ ഇന്നലെ 1 മണിക്ക് ലഞ്ച് കഴിച്ചു. ഇനി നമ്മൾ സബ്ജക്റ്റ് എഴുതുവാണെങ്കിൽ ആരെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്? നമ്മളെക്കുറിച്ച് തന്നെയാണ് അല്ലേ? ഞാനാണ് ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഓക്കെ. ഇനി ഞാൻ ഇന്നലെ 1 മണിക്ക് ലഞ്ച് കഴിച്ചു. ഇവിടെ ഞാൻ ചെയ്ത പ്രവൃത്തി എന്താണ്? കഴിച്ചു എന്നുള്ളതാണ് ഞാൻ ചെയ്ത പ്രവൃത്തി അല്ലേ? കഴിച്ചു, കഴിക്കുക. ഇതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? ഒന്നെങ്കിൽ നമ്മൾ ഈറ്റ് എന്ന് പറയും അല്ലേ, അല്ലെങ്കിൽ നമ്മൾ ഹാവ് എന്ന് പറയും. ഓക്കെ, ഒന്നെങ്കിൽ ഈറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ഹാവ് എന്ന് പറയും. അപ്പോൾ ഈ കഴിക്കുക എന്നുള്ളത്, ഞാൻ ഇന്നലെ ലഞ്ച് കഴിച്ചു, ഐ ഈറ്റ് ലഞ്ച് യെസ്റ്റർഡേ എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. കഴിക്കുക എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈറ്റ് യൂസ് ചെയ്യുന്നത്. കഴിച്ചു എന്ന് നമ്മൾ എന്ത് യൂസ് ചെയ്യും? കഴിച്ചു എന്നുള്ളതിന് നമ്മൾ എയ്റ്റ് എന്ന പദമാണ് യൂസ് ചെയ്യുന്നത്. എയ്റ്റ് എന്ന് വെച്ചാൽ കഴിച്ചു, അല്ലെങ്കിൽ ഹാഡ്. ഓക്കെ, എയ്റ്റ് അല്ലെങ്കിൽ ഹാഡ്. നമ്മൾ ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ ഇതൊക്കെ കഴിച്ചു എന്ന് പറയുമ്പോൾ ഹാഡ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈറ്റ് അല്ലെങ്കിൽ എയ്റ്റ് കഴിക്കുകയാണെങ്കിൽ തന്നെ ഈറ്റ് യൂസ് ചെയ്യാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല.
ഒന്നെങ്കിൽ ഹാവ്, ലഞ്ച് കഴിക്കുകയാണ് എന്നാണെങ്കിൽ ഹാവ്, അല്ലെങ്കിൽ ലഞ്ച് കഴിച്ചു എന്നാണെങ്കിൽ ഹാഡ്. അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, ഐ ഹാഡ് എന്താണ് ഇവിടെ ഒബ്ജക്റ്റ്? എന്താണ് കഴിച്ചത്? ലഞ്ച്. ഐ ഹാഡ് ലഞ്ച്. സമയം എപ്പോഴാണ്? യെസ്റ്റർഡേ. ഐ ഹാഡ് ലഞ്ച് യെസ്റ്റർഡേ. അല്ലെങ്കിൽ ഐ ഹാഡ് ലഞ്ച് അറ്റ് 1 o'clock യെസ്റ്റർഡേ. ഇപ്പം സമയം മറ്റേ സമയം കൂടി മെൻഷൻ ചെയ്യണമെങ്കിൽ അറ്റ് യൂസ് ചെയ്യണം. എന്തിനാണ് ഈ അറ്റ് സ്പെസിഫിക് ടൈമിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത്? സമയത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പം 1 o'clock, 1 PM, 2:30 PM, അല്ലെങ്കിൽ 3 PM എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ 4:15 ഇതുപോലത്തെ ചെറിയ കാര്യം പറയുമ്പോൾ നമ്മൾ അവിടെ അറ്റ് യൂസ് ചെയ്യണം. അത് മറക്കരുത്. അറ്റ് യൂസ് ചെയ്യാതെ ഈ സമയം എഴുതാൻ പാടില്ല. ഓക്കെ, ഒരു ഡൗട്ട് കോമൻറ്റ് സെക്ഷനിൽ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു, എന്തിനാണ് അറ്റ് 4 o'clock എന്ന് പറയുന്നത്? അവിടെ അറ്റ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? സമയത്തെ സൂചിപ്പിക്കുന്ന പ്രപ്പോസിഷനാണ് അറ്റ്. അതുകൊണ്ട് നമ്മൾ സമയം സ്പെസിഫിക് ആയിട്ടുള്ളൊരു ടൈം പറയുമ്പോൾ അറ്റ് യൂസ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, ഐ ഹാഡ് ലഞ്ച് അറ്റ് 1 o'clock യെസ്റ്റർഡേ, അല്ലെങ്കിൽ ഐ ഹാഡ് ലഞ്ച് യെസ്റ്റർഡേ. യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നോ ഓണോ അറ്റോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. യെസ്റ്റർഡേ എന്ന് അങ്ങ് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ V2 ഫോം എന്ന് പറഞ്ഞൊരു നൂലാമാല ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ പാസ്റ്റ് ടെൻസിൽ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണമെങ്കിൽ നമുക്ക് V2 ഫോം ഓഫ് ദ വേർബ് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഒരു വേർബ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഉദാഹരണം ഈറ്റ് എന്ന വേർബ് ഇതിനകത്ത് നമ്മൾ എടുക്കാം. ഇതിന് പല ഫോംസ് ഉണ്ട്. അതായത് V1 ഫോം, V2 ഫോം, V3 ഫോം, VING, ഇങ്ങനെ 4 ഫോം ഉണ്ട്. നമ്മൾ പാസ്റ്റ് ടെൻസിൽ, അതായത് നേരത്തെ കഴിഞ്ഞു പോയ കാര്യത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ, നേരത്തെ കഴിഞ്ഞൊരു കംപ്ലീറ്റ് ആയ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അവിടെ V2 യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഈറ്റ്, എയ്റ്റ്. ഇനി അതുപോലെ തന്നെ ഹാസ്, ഹാവ്, ഹാഡ് എന്നീ വാക്കുകളുടെ കൂടെ, എന്നീ ഓക്സിലറി വെർബിൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് V3 ഫോം യൂസ് ചെയ്യണം. ഈറ്റൺ. ഓക്കെ, ഇനി ING ഫോം എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? കണ്ടിന്യൂസ് ടെൻസ്. അത് നമ്മൾ പഠിക്കത്തേ ഉള്ളൂ. നമ്മൾ ഈറ്റ് പ്ലസ് നമ്മൾ ഇതിനെ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇത് രണ്ട് നമ്മൾ പഠിക്കാൻ ഇനി പെൻഡിങ് ഉണ്ട്. തൽക്കാലം നിങ്ങൾ ഇത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, നമ്മൾ എപ്പോഴും പാസ്റ്റ് ടെൻസിൽ, സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ V2 ഫോം ഓഫ് ദ വേർബ് തന്നെ കൊടുക്കണം. ഒത്തിരി വേർബ് ഉണ്ട്. ഇപ്പം ഉദാഹരണത്തിന് വേറൊരു വേർബ് പറയുവാണെങ്കിൽ ഡ്രിങ്ക് ആണെങ്കിൽ അങ്ങനെ നമ്മളത് പാസ്റ്റ് ടെൻസിൽ പറയും. എന്താ, ഉദാഹരണത്തിന് ഞാൻ ഒരു ചായ കുടിച്ചു. ഐ ഡ്രിങ്ക് എ കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞാൽ അത് ഞാൻ ചായ കുടിച്ചു എന്നല്ല, ഞാൻ ചായ കുടിക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒരു ചായ കുടിക്കാറുണ്ട് എന്നുള്ള അർത്ഥമേ വരത്തുള്ളൂ. ഐ ഡ്രാങ്ക് എന്ന് നമ്മൾ പറയണം. V2 ഫോം ഓഫ് ദ വേർബ് യൂസ് ചെയ്യണം. ഐ ഡ്രാങ്ക് എ കപ്പ് ഓഫ് ടീ. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്ലീപ്പ്, ഉറങ്ങുക. ഞാൻ 10 മണിക്ക് ഉറങ്ങി. ഐ സ്ലീപ്പ് അറ്റ് 10 o'clock എന്ന് പറഞ്ഞാൽ ഞാൻ 10 മണിക്കാണ് ഉറങ്ങാറുള്ളത് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. ഐ സ്ലെപ്റ്റ് അറ്റ് 10 o'clock എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ ഉറങ്ങി എന്നുള്ള അർത്ഥം വരത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും, ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെ പഠിച്ചെടുക്കും? ഈ വാക്കുകളുടെയൊക്കെ എന്തോരം വാക്കുകളുണ്ട് ഇംഗ്ലീഷിൽ, ഇതിൻ്റെയൊക്കെ നമ്മൾ എങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റുന്നതെന്ന്. അപ്പം നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട. നമ്മളിപ്പോൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഗൂഗിൾ ക്രോമിൽ കയറിയിട്ട് വേർബ് ചാർട്ട് എന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇമേജസിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചാർട്ടുകൾ കിട്ടും. ഇഷ്ടം പോലെ ചാർട്ടുകൾ കിട്ടും. ഈ ചാർട്ട്, ഈ പിക്ചേഴ്സൊക്കെ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ അതിൽ നിന്ന് വാക്കുകൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നമുക്ക് പഠിച്ചെടുത്താലേ പറ്റുള്ളൂ. ജസ്റ്റ് വായിച്ച് നോക്കുക, ദിവസവും ഒന്ന് വായിച്ച് നോക്കുക. വായിച്ച് നോക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കയറിക്കോളും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്കത് ഇത് ചെയ്യാൻ പറ്റുള്ളൂ, മനപ്പാടമാക്കാൻ പറ്റത്തുള്ളൂ. മനപ്പാടം എന്നല്ല, നമ്മുടെ മനസ്സിലത് എത്തിക്കാൻ പറ്റുള്ളൂ. കാണാപ്പാടം കുത്തിരുന്ന് പഠിക്കണം എന്നൊന്നും ഞാൻ പറയില്ല. എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങിയിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ നിങ്ങളൊരു ബുക്ക് എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾ ചെയ്യുന്ന റൂട്ടീൻസ് ഉണ്ടാവുമല്ലോ. ഞാൻ രാവിലെ 10 മണിക്ക് എണീറ്റു, ഞാൻ രാവിലെ 11 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഞാൻ ഉച്ചയ്ക്ക് 1 മണിക്ക് ലഞ്ച് കഴിച്ചു, ഞാൻ രാവിലെ 11 മണിക്ക് ഓഫീസിൽ പോയി. ഇങ്ങനത്തെ സെൻറ്റൻസസ് ഒക്കെ ഉണ്ടല്ലോ. അതെടുത്തിട്ട് ഈ പോയി, കഴിച്ചു, കണ്ടു, നിന്നു, പഠിച്ചു, ഇങ്ങനത്തെ വാക്കുകളുടെയൊക്കെ ഒന്ന് നിങ്ങൾ നോക്കി വെച്ചിരുന്നാൽ നിങ്ങൾ ഡെയിലി യൂസിന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വാക്കുകളെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ പഠിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ കുറച്ചൊന്ന് റിസർച്ച് ചെയ്യുക, വാക്കുകൾ കണ്ടുപിടിക്കുക, അതൊന്ന് പഠിക്കുക, അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഒരു ചാർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ചാർട്ടിൽ ഏകദേശം ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ വാക്കുകളും ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് അഥവാ ആ ചാർട്ടിൽ കൊടുത്തിരിക്കുന്ന വാക്കുകളിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട വാക്കുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനറിനോട് ചോദിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടി വാക്കുകൾ പഠിക്കാവുന്നതാണ്. നിങ്ങൾക്ക് സംശയമുള്ള എല്ലാ വാക്കുകളുടെയും
നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് പേഴ്സണൽ ട്രെയിനറിൻ്റെ അടുത്ത്, അവരത് ക്ലിയർ ചെയ്ത് തരും. അപ്പോൾ ഇതാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യേണ്ടത്. ഏത് സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യേണ്ടത്? നമ്മൾ ഒരു കാര്യം നേരത്തെ ചെയ്ത് കഴിഞ്ഞു, ഒരു കാര്യം നേരത്തെ സംഭവിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട്, ഞാൻ 12 മണിക്ക് പഠിച്ചു, ഞാൻ 1 മണിക്ക് ഇന്നലെ സ്കൂളിൽ പോയി, ഞാൻ ഇന്നലെ 2 മണിക്ക് തിരിച്ചു വന്നു, ഇങ്ങനെ കംപ്ലീറ്റ് ആയ ആക്ഷൻസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആ സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇനി പഠിക്കേണ്ടത് എങ്ങനെയാണ് ആ സെൻറ്റൻസ് ഫോം ചെയ്യേണ്ടത്. ചുമ്മാ സെൻറ്റൻസ് എഴുതി പോകാൻ പറ്റുമോ? ഇല്ല, അതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്. എന്താണ് ആ സ്ട്രക്ചർ? ആദ്യം നമ്മൾ സബ്ജക്റ്റ് എഴുതും, പിന്നെ V2 ഫോം ഓഫ് ദ വേർബ് എഴുതും. അത് നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. V2 ഫോം അല്ല നിങ്ങൾ എഴുതിയിരിക്കുന്നതെങ്കിൽ ആ സെൻറ്റൻസ് തെറ്റാണ്. V2 ഫോം ഓഫ് ദ വേർബ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് കളക്ട് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ ഒബ്ജക്റ്റ് എഴുതും. സമയം മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സമയം എഴുതുക. സ്പോക്കൺ ഇംഗ്ലീഷിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ സമയം മെൻഷൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഗ്രാമാറ്റിക്കലി സ്പീക്കിംഗ് സമയം മെൻഷൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ പഠിച്ചത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്ത് എങ്ങനെ സെൻറ്റൻസ് ഫോം ചെയ്യാമെന്നാണ്. നമ്മൾ എക്സാമ്പിൾസ് ഒന്നും നോക്കിയില്ല, ജസ്റ്റ് ഒരു സെൻറ്റൻസ് എങ്ങനെ ഫോം ചെയ്യാം, അതിൻ്റെ ഒരു കൺസ്ട്രക്ട് ചെയ്യേണ്ട രീതി എന്താണ്, അതൊക്കെ മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ. ഇനി നമ്മൾ അടുത്ത് കുറച്ച് എക്സാമ്പിൾസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഞാൻ കുറച്ച് നേരത്തെ നടന്നു കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇന്നലെ അവൻ എന്നെ വിളിച്ചു എന്നാണ്. ഇന്നലെ അവൻ എന്നെ വിളിച്ചു. ആ നേരത്തെ ഇന്നലെ എന്ന് പറയുന്നൊരു സമയത്ത് നടന്നു കഴിഞ്ഞ ഒരു കാര്യമാണ്. നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ എങ്ങനെ സെൻറ്റൻസ് ഫോം ചെയ്യണം എന്നുള്ളത് നമുക്കൊരു ഓർഡർ നമുക്കറിയാം. അത് വെച്ച് നമുക്കൊന്ന് സെൻറ്റൻസ് ഫോം ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് നമ്മൾ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് ഇടണം. എന്താണ് ഈ സബ്ജക്റ്റ്? ഓൾറെഡി ഞാൻ പറഞ്ഞു, നമ്മൾ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്, ആ വ്യക്തി അല്ലെങ്കിൽ ആ വസ്തുവാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറയുന്നത് ഇന്നലെ അവൻ എന്നെ വിളിച്ചു എന്നാണ്. അപ്പോൾ ഇവിടെ ആരുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്? അവൻ്റെ കാര്യമാണ് പറയുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് എന്താണ് ഇവിടെ? ഹീ ആണ് നമ്മുടെ സബ്ജക്റ്റ്. സോ ഹീ. ഇനി അടുത്ത് ഇന്നലെ അവൻ എന്നെ വിളിച്ചു എന്നാണ് പറയുന്നത്. ഇവിടെ പ്രവൃത്തി എന്താണ്? അവൻ എന്താണ് ചെയ്തത്? അവൻ ചെയ്ത പ്രവൃത്തി എന്താണ്? വിളിക്കുക എന്ന പ്രവൃത്തിയാണ് അവൻ ചെയ്തത്. അപ്പോൾ ഈ വിളിക്കുക എന്നുള്ള പ്രവൃത്തിയെ നമുക്ക് വിളിക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ എന്ത് പറയാം? കോൾ എന്ന് പറയാം. പക്ഷേ വിളിച്ചു എന്നുള്ളതിന് നമുക്ക് കോൾ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. വിളിച്ചു എന്നുള്ളതിന് നമുക്ക് കോൾഡ് എന്ന് പറയാം. ഹി കോൾഡ്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒബ്ജക്റ്റ് ആണ് എഴുതേണ്ടത്. ആരെയാണ് ഇവൻ വിളിച്ചത്? എന്നെ അല്ലേ? അപ്പം ഞാനാണ് ഇവിടെ ഒബ്ജക്റ്റ്. എന്നെ, മീ. ഹീ കോൾഡ് മീ. സമയം എന്താണ്? സമയം യെസ്റ്റർഡേ. ഇന്നലെ എന്നുള്ളത് യെസ്റ്റർഡേ. ഹീ കോൾഡ് മീ യെസ്റ്റർഡേ. അപ്പോൾ ഇന്നലെ അവൻ എന്നെ വിളിച്ചു നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ഹീ കോൾഡ് മീ യെസ്റ്റർഡേ എന്ന് പറയും. ഇനി അടുത്തത് ഞാൻ ഇന്ന് സ്കൂളിൽ പോയി. ഞാൻ ഇന്ന് സ്കൂളിൽ പോയി. ഓക്കെ, അതാണ് നമ്മുടെ അടുത്ത സെൻറ്റൻസ്. ഇവിടെ നമ്മൾ ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? നമ്മളെക്കുറിച്ച് തന്നെയാണ്. ഞാനെന്നാണ് പറയുന്നത് അല്ലേ? അപ്പം ഐ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. സബ്ജക്റ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് എഴുതേണ്ടത്? വേർബ് ആണ് എഴുതേണ്ടത്. വേർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മൾ വേർബ് എന്ന് പറയുന്നത്. ഞാൻ ഇന്നലെ സ്കൂളിൽ പോയി. അപ്പം ഞാൻ എന്ത് പ്രവൃത്തിയാണ് ഇന്നലെ ചെയ്തത്? സ്കൂളിലേക്ക് പോയി. പോയി എന്ന പ്രവൃത്തിയാണ് നമ്മൾ ചെയ്തത്. പോകുക എന്നുള്ളതിന് നമുക്ക് ഗോ എന്ന് പറയാം. പോയി എന്നാണെങ്കിലോ നമ്മൾ എന്ത് പറയും? ഗോയുടെ V2 ഫോം പറയണം. V2 ഫോം എന്താണ്? വെൻറ്റ് ആണ്. പോയി എന്ന് പറഞ്ഞാൽ വെൻറ്റ്. പോകുക ഗോ. ഓക്കെ, അപ്പം ഐ വെൻറ്റ്. ഐ വെൻറ്റ്. എങ്ങോട്ടാണ് പോയത്? ഒരു സ്ഥലത്തേക്കാണ് പോയത് അല്ലേ? എന്താണ് ആ സ്ഥലം? സ്കൂൾ അല്ലേ? സ്കൂളിലേക്കാണ് പോയത്. സോ ഐ വെൻറ്റ് സ്കൂൾ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. സ്കൂളിലേക്ക് അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പോയി എന്നുള്ളതിന് നമുക്ക് ഡിറക്ഷൻ സൂചിപ്പിക്കുന്ന ഒരു വാക്ക് വേണം. ആ വാക്കാണ്, ഒരു പ്രപ്പോസിഷനാണ് ടു. ഐ വെൻറ്റ് ടു സ്കൂൾ എന്നാണ് ഇന്നത്തെ കാര്യമാണ്. ടുഡേ. ഞാൻ ഇന്ന് സ്കൂളിൽ പോയി. ഐ വെൻറ്റ് ടു സ്കൂൾ ടുഡേ എന്ന് പറയാൻ പറ്റും. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. അവൻ എന്നെ കഴിഞ്ഞ ആഴ്ച വിളിച്ചു. അവൻ എന്നെ കഴിഞ്ഞ ആഴ്ച വിളിച്ചു. ഇവിടെ ആരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്? അവനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലേ? അപ്പോൾ ഹീ. എന്താണ് അവൻ ചെയ്ത പ്രവൃത്തി? അവൻ എന്നെ കഴിഞ്ഞ ആഴ്ച വിളിച്ചു. വിളിക്കുക എന്നുള്ളതാണ് അവൻ ചെയ്യുന്ന പ്രവൃത്തി. അപ്പം ഹീ കോൾഡ്. ആരെയാണ് വിളിച്ചത്? എന്നെ, മീ. എപ്പോഴാണ്? കഴിഞ്ഞ ആഴ്ച. സമയം എഴുതണം. കഴിഞ്ഞ ആഴ്ച എന്ന് പറയുമ്പോൾ ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞ ആഴ്ച എന്ന് പറയുമ്പോൾ ലാസ്റ്റ് വീക്ക്. ഈ ആഴ്ച എന്നാണെങ്കിലോ ദിസ് വീക്ക്. അടുത്ത ആഴ്ച എന്നാണെങ്കിൽ നെക്സ്റ്റ് വീക്ക്. അപ്പം ലാസ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച. ഹീ കോൾഡ് മീ ലാസ്റ്റ് വീക്ക്.
ഇവിടെ ഇന്നോ ഓണോ അല്ലെങ്കിൽ അറ്റോ ഒന്നും ആവശ്യമില്ല. ഓക്കെ, യെസ്റ്റർഡേ, ടുഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, നെക്സ്റ്റ് ഇയർ, ഇതിനൊന്നും നമുക്ക് ഇന്നോ ഓണോ അറ്റോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ കഴിഞ്ഞ വർഷം ദുബായിൽ പോയി. അവർ കഴിഞ്ഞ വർഷം ദുബായിൽ പോയി. ഇത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അപ്പം നമ്മളിവിടെ അവരാണ് നമ്മുടെ സബ്ജക്റ്റ്. ആരെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്? അവരെക്കുറിച്ചാണ്. അവരാണ് ഇവിടെ സബ്ജക്റ്റ്. അപ്പം നമ്മൾ ദേ എഴുതി. ഇനി അവരെന്താണ് ചെയ്തത്? അവർ ചെയ്ത പ്രവൃത്തി എന്താണ്? അവർ കഴിഞ്ഞ വർഷം ദുബായിൽ പോയി. പോകുക എന്നുള്ളതാണ് പ്രവൃത്തി. പോയി എന്നുള്ളതിന് നമ്മൾ എന്താ ഇംഗ്ലീഷിൽ പറയാ? വെൻറ്റ് എന്ന് പറയും. ദേ വെൻറ്റ്. എങ്ങോട്ടാണ് പോയത്? ഒരു സ്ഥലത്തേക്കാണ് പോയത് അല്ലേ? അപ്പം ദേ വെൻറ്റ് ടു, എവിടേക്കാണ്? ദുബായ്. ദേ വെൻറ്റ് ടു ദുബായ്. എപ്പോഴാണ്? കഴിഞ്ഞ വർഷം. ദേ വെൻറ്റ് ടു ദുബായ് ലാസ്റ്റ് ഇയർ. ഓക്കെ, ദേ വെൻറ്റ് ടു ദുബായ് ലാസ്റ്റ് ഇയർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ, ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുന്നത്. യൂസ് ചെയ്യേണ്ട സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറും എല്ലാം നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് പ്രാക്ടീസ് ചെയ്യാമെന്ന് മാത്രമാണ്. നിങ്ങൾക്ക് സംസാരിച്ച് തുടങ്ങിയിട്ടില്ലാത്തവരാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക, ആദ്യം എഴുതി പ്രാക്ടീസ് ചെയ്യുക, അതിനുശേഷം സംസാരിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് കറക്റ്റ് സെൻറ്റൻസ് ഫോം ചെയ്യാൻ. 1, 2, 3 അല്ലെങ്കിൽ ഒരു 10 തവണ ശ്രമിച്ചിട്ട് നിങ്ങൾക്കത് കറക്റ്റായിട്ട് ഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കരുതി നിങ്ങൾ ഗീവ് അപ്പ് ചെയ്യരുത്. കുറച്ച് സമയം എടുക്കും ഇത് കറക്റ്റായിട്ട് നമ്മുടെ മനസ്സിൽ വരാനായിട്ട്. വൺസ് ഇത് വന്നു കഴിഞ്ഞാൽ വന്നതാണ്. സോ ഡോണ്ട് വെറി അബൌട്ട് ഇറ്റ്. പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. എത്ര പ്രാവശ്യം തെറ്റിയാലും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. വീണ്ടും വീണ്ടും തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. കറക്റ്റ് ഒരു ഐഡിയ ഇതാണെന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി. പ്രാക്ടീസ് ചെയ്ത് വഴിയെ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. നിങ്ങൾക്ക് പറ്റിയൊരു കോഴ്സാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും നമുക്ക് കോമൻറ്റ് സെക്ഷനിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ, അടുത്തൊരു ഇൻഫോർമേറ്റീവ് ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണുന്നത് വരെ, ദിസ് ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. ഹാവ് എ ഗ്രേറ്റ് ഡേ. English Mithra. Stop worrying, start learning.